10 വർഷത്തെ പിണറായി ബാധ കേരളത്തിൽ ഒഴിയുന്നു. 2016 മുതൽ 2026 വരെ കേരളത്തിൽ സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. 2016 പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തോടു കൂടിയാണ് കേരളത്തിലെ അസ്വാഭാവികമായ സംഭവങ്ങൾക്ക് തുടക്കം ഉണ്ടാകുന്നത്. 111 പേരാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചത്. 2016 മുതൽ 2026 വരെ ചെറുതും വലുതുമായിട്ടുള്ള ഏതാണ്ട് 750ഓളം വെടിക്കെട്ട് അപകടങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ അപകടങ്ങളായി ഏതാണ്ട് 400-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇനി 2016 മുതൽ 2026 വരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള തെരുവ് നായകളുടെ ആക്രമണത്തിൽ എത്ര പേർ മരിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. 118 പേരാണ് തെരുവുനായ ആക്രമണത്തിൽ ഈ കാലയളവിൽ മരിച്ചത്. 3,69,000 പേർക്കാണ് കേരളത്തിൽ തെരുവുനായയുടെ കടി ഈ 10 വർഷത്തിനുള്ളിൽ ഏറ്റത്. ഇനി ഈ 10 വർഷത്തിനിടയിൽ എത്ര പേർക്ക് പാമ്പ് കടിയേറ്റ് മരണമുണ്ടായി എന്ന് ചോദിച്ചാൽ 660 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. 2016 മുതൽ 2026 വരെ ചെറുതും വലുതുമായിട്ടുള്ള ഏതാണ്ട് 500ഓളം ഹർത്താലുകൾ നടന്നു. ഏപ്രിൽ 28 എന്ന ഈ ദിവസം വരെയുള്ള കണക്കുകളാണിത്. 2017 ഏറ്റവും കൂടുതൽ ഹർത്താലുകൾ നടന്നത്. അന്ന് ഏപ്രിൽ മാസത്തിൽ വരെ 27 ഹർത്താലുകളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് കോടതിയുടെ ഇടപെടൽ മൂലം ഹർത്താലിൻ്റെ എണ്ണം ക്രമേണ കുറഞ്ഞു വരികയും കോടതിയുടെ കർശന നടപടി മൂലം കേരളത്തിലെ ഒരു ആചാരമായി മാറിയിരുന്ന ഈ ഹർത്താലുകൾക്ക് ഒരു പരിധിവരെ പൂട്ടുവീഴുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ഹർത്താലുകൾ കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ചുരുക്കത്തിൽ 2016 മുതൽ 2026 വരെ ഏതാണ്ട് 500ഓളം ഹർത്താലുകളാണ് ചെറുതും വലുതുമായിട്ടുണ്ടായിട്ടുള്ളത്. 2016 മുതൽ 2026 വരെ കേരളം ഒരു പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. അതായത് വിദ്യാർത്ഥികളുടെ കൂട്ടത്തോടെയുള്ള കുടിയേറ്റം. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് വിദ്യാർത്ഥികൾ പഠന ആവശ്യങ്ങൾക്കായി കുടിയേറുന്നത്. കേരളത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബായി നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിലും കണക്കുകൾ അതല്ല പറയുന്നത്. വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്ത് പഠിക്കാനാണ്, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥി കുടിയേറ്റമാണ് ഉണ്ടാകുന്നത്. നേരത്തെ കേരളത്തിലേക്കുള്ള കുടിയേറ്റം എന്ന് പറയുന്നത് തൊഴിൽ കുടിയേറ്റമായിരുന്നുവെങ്കിൽ ഇവിടെ ഈ ഇത്രയും വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പക്ഷേ എന്ന് വേണം വിശേഷിപ്പിക്കാം, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠന ആവശ്യങ്ങൾക്കായി കുടിയേറിയ വർഷമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കടന്നുപോയത് നമുക്ക് പറയാൻ കഴിയും. അതിൽ 2018 1,29,000 പേരാണ് കുടിയേറിയതെങ്കിൽ 2023 ആവുമ്പോഴേക്കും 2,50,000-ലധികം വിദ്യാർത്ഥികൾ പഠന ആവശ്യങ്ങൾക്കായി കേരളത്തിൽ നിന്ന് കുടിയേറി. ഈ ഒരു കുടിയേറ്റം ഒരു പ്രത്യേകതയാണ്, കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേകതയായി അതിനെ എടുത്തു പറയാം. പിന്നീട് 2018 വരുമ്പോഴേക്കും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചു. അന്നുണ്ടായ പ്രളയത്തിൽ 483 പേരാണ് മരിച്ചത്. 2024 ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രളയമാണ് 2028 കേരളത്തെ കാത്തിരുന്നത്. 2018 തന്നെ മറ്റൊരു ദുരന്തം കൂടി കേരളത്തിനുണ്ടായി. നിപ്പ എന്ന് പറയുന്ന ഒരു മാരക രോഗം പിടിപെട്ടു. ആ നിപ്പയിൽ 2018 18 പേരാണ് മരിച്ചത്. പിന്നീട് 2019 വരുമ്പോഴേക്കും ഒരു പ്രളയത്തിന് കൂടി നമ്മൾ സാക്ഷ്യം വഹിച്ചു. കവളപ്പാറയിൽ 59 മരണമാണ് അവിടെ ഉണ്ടായത്. 2024 വയനാട് ദുരന്തത്തിലേക്ക് വരുമ്പോഴേക്കും 400 പേരാണ് അവിടെ ഉരുൾപൊട്ടി മരിച്ചത്. ഇനി 2020 മുതൽ 2025 വരെ കോവിഡിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ കോവിഡ് മൂലം മരിച്ചത് 72,175 പേരാണ്. കേരളത്തിൽ ആണ് ആദ്യത്തെ കോവിഡ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് നമുക്ക് ഓർമ്മ വേണം. ചൈനയിൽ നിന്ന് വന്ന ഒരു നഴ്സിൽ നിന്നാണ് ഈ ഇന്ത്യയിൽ വ്യാപകമായി കോവിഡ് പടർന്നത് എന്നുള്ള കാര്യവും ഈ ഘട്ടത്തിൽ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. 2019 നടന്ന ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 2025 അവസാനത്തോടു കൂടിയാണ്. അതായത് 2019 ഹിന്ദു വിശ്വാസികൾ കേട്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു കൊള്ളയ്ക്ക് ശബരിമല സാക്ഷ്യം വഹിച്ചു. ദ്വാരപാലക പാളികൾ ഇളക്കിക്കൊണ്ടുപോയി മദ്രാസിൽ അത് തമിഴ്നാട്ടിലേക്ക് അത് കൊണ്ടുപോയി അതിനെ പുതുക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃത്രിമം നടന്നത് ഞെട്ടലോടുകൂടിയാണ് കേരളം കേട്ടത്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരടക്കം ജയിലിൽ പോകുന്ന കാഴ്ചയും നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടു. ഒപ്പം ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട്
ഊരാളുങ്കൽ സൊസൈറ്റിയിൽ നിന്നും 7 കോടി രൂപയാണ് സർക്കാർ കടമെടുത്തത്. ഈ 7 കോടി രൂപയിൽ 3,69,00,000 രൂപ മാത്രമാണ് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞത്. അത്തരത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വലിയ തോതിൽ കടബാധ്യത ഉണ്ടാക്കിയതാണ് പിണറായി സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. ഇനി 2026 ഏപ്രിൽ 28 ഇന്ന് KSEB 6-നും 12-നും ഇടയിൽ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ശേഷം ഉണ്ടാകുന്ന ലോഡ് ഷെഡിംഗ് ആണ്. മെയ് 15 വരെ ടേം എഹെഡ് മാർക്കറ്റിൽ നിന്നും യൂണിറ്റിന് 10 രൂപ വരെ നിരക്കിൽ 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നിട്ടും വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ അവസാന ലാപ്പിൽ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു പവർ കട്ടിലേക്ക് കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചത്. ഇനി ഈ 10 വർഷത്തിനിടയിലെ റോഡ് അപകടങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 39,773 പേരാണ് റോഡ് അപകടങ്ങളിൽ മരിച്ചത്. ഇനി കൊലപാതക കണക്കിലേക്ക് കടക്കാം. ഈ 10 വർഷത്തിനിടയിൽ 3,220 കൊലപാതകമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ശരാശരി ഒരു വർഷം 300 കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു. മയക്കുമരുന്ന് കേസിലേക്ക് വരാം. 1.5 ലക്ഷം മയക്കുമരുന്ന് കേസുകളാണ് കേരളത്തിൽ ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2016 5,924 മയക്കുമരുന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ 2022 ആകുമ്പോഴേക്കും വലിയ തോതിൽ കേരളത്തിൽ മയക്കുമരുന്ന് കേസുകൾ വർദ്ധിക്കുന്നു എന്ന് കാണാം. 26,629 പേരാണ് 2021-22 കാലഘട്ടത്തിൽ മാത്രം കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം മയക്കുമരുന്ന് കേസുകളാണ് ഈ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ MDMA-യുമായി ബന്ധപ്പെട്ട കേസുകളാണ്, പിന്നീട് LSD-യുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ഈ കഞ്ചാവ് കേസുകൾ കൂടാതെയുള്ള കേസുകളാണ് ഈ പറഞ്ഞത്. കേരളം കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത പകർച്ചവ്യാധികളുടെ 10 വർഷമാണ് കടന്നുപോയത്. ഏതായാലും ഇനി വരുന്ന സർക്കാരുകൾ ഇത്തരത്തിൽ എന്തെല്ലാം നടപടികൾ ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കും, എത്രത്തോളം കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ നീക്കും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടറിയാനിരിക്കുന്നതേ ഉള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.